സ്വാതന്ത്ര്യ സമര സേനാനിയും പുരോഗമന മഹിളാ പ്രസ്ഥാനത്തിൻ്റെ നേതാവുമായിരുന്ന ദേവകി വാര്യർ 2002 അന്തരിച്ചത്. ക്യാൻസർ രോഗബാധിതയായി 2-3 വർഷം കഷ്ടപ്പെട്ടതിന് ശേഷമാണ് ദേവിയെടുത്തി മരണപ്പെട്ടത്. ദേവിയെടുത്തിയുടെ ഓർമ്മ എന്ന് നിലനിൽക്കണം എന്നുള്ളത് കൊണ്ടാണ് ദേവകി വാര്യർ സ്മാരകം എന്ന പേരിൽ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ഞങ്ങൾ രജിസ്റ്റർ ചെയ്തത്. ഇവിടെ ക്യാൻസർ രോഗികൾക്കും ശ്രീചിത്രയിൽ വരുന്ന രോഗികൾക്കും സൗജന്യ താമസവും ഭക്ഷണവും കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാന ജോലി. 2005 മുതലാണ് സൗജന്യ ഭക്ഷണവും കൂടെ കൊടുക്കാനുള്ള തീരുമാനം കമ്മിറ്റി എടുത്തത്. അതുവരെ താമസ സൗകര്യം മാത്രമാണ് കൊടുത്തിരുന്നത്. അത് ചാലക്കുടി റോഡിലുള്ള ഞങ്ങളുടെ സ്വന്തം കെട്ടിടത്തിലും ട്രിവാൻഡ്രം ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ വിശ്രമ സങ്കേതം എന്ന കെട്ടിടം മെഡിക്കൽ കോളേജ് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടുപിറകിലാണ്. അത് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. 2 സ്ഥലത്തുമായിട്ട് ഏതാണ്ട് 110 പേർക്ക് താമസവും സൗജന്യ ഭക്ഷണവും നൽകി വരുന്നുണ്ട്. ചെറിയ തോതിലൊക്കെ ഞങ്ങളെക്കൊണ്ട് കഴിയുന്നത് പോലെ വളരെ ബുദ്ധിമുട്ടുന്നവർക്ക് ചിലപ്പോൾ ചികിത്സാ സഹായവും മറ്റു സഹായങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട്. ഇതിനുള്ള വരുമാനമെല്ലാം ആളുകൾ തരുന്ന സംഭാവന മാത്രമാണ്. തിരുവനന്തപുരത്തു നിന്നുള്ള ആളുകൾക്കല്ല ഇവിടെ അധികവും വിഷം കൊടുക്കുന്നത്, മറ്റ് ജില്ലകളിൽ നിന്ന് ഉള്ളവർക്കാണ്. അവരുടെ കാർഡ് നോക്കും, അതിൽ F കാറ്റഗറി ആണോ M കാറ്റഗറി ആണോ, അങ്ങനെ സാമ്പത്തികമായി വലിയ സ്ഥാനമില്ലാത്തവരാണോ എന്ന് മാത്രമാണ് അഡ്മിഷന് ഉള്ള മാനദണ്ഡം. ഞങ്ങളെ ബന്ധപ്പെടാൻ വെബ്സൈറ്റ് ഉണ്ട്, അതിൽ ഫോൺ നമ്പറൊക്കെ ഉണ്ട്. പിന്നെ വിളിച്ച് ചോദിക്കുമ്പോൾ റൂമുണ്ടെങ്കിൽ കൊടുക്കും. അങ്ങനെയാണ്. അതിൽ ചാലക്കുടി റോഡിൽ കഴിയുന്നത്ര F കാറ്റഗറി, RCCയിലാണെങ്കിൽ F കാറ്റഗറി, ശ്രീചിത്രയിലാണെങ്കിൽ A കാറ്റഗറി. കാരണം ഏറ്റവും പാവങ്ങളായിട്ടുള്ള ആളുകൾക്കാണ് കൊടുക്കുന്നത്. കാരണം ഇവിടെ എല്ലാ നേരവും ഭക്ഷണവും യാത്രാ സൗകര്യവും എല്ലാം സൗജന്യമായി കൊടുക്കുന്നുണ്ട്. മറ്റുള്ളവർക്കും അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. ട്രിഡേഡ് കെട്ടിടത്തിൽ, ഞങ്ങൾ വാടക കെട്ടിരിക്കുന്ന കെട്ടിടത്തിൽ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. വളരെ നേരത്തെ ബുക്ക് ചെയ്യാന്നുള്ളത് ഇവിടെ നടക്കൂല. കാരണം രോഗികൾക്ക് തന്നെ അറിയില്ല അവർക്ക് എപ്പോഴാണ് പോകേണ്ടത്, അല്ലെങ്കിൽ അവരെപ്പോഴാണ് വരുന്നത്. അത് ഡോക്ടർമാർ പറയുന്ന പോലെയാണ്. തലേ ദിവസമോ ഒക്കെ ആളുകൾ വിളിച്ച് പറഞ്ഞാൽ അവർക്ക് കൊടുക്കുന്നുണ്ട്. അല്ലാതെ വന്ന അപ്പം സ്ഥലം ഉണ്ടെങ്കിൽ അപ്പോഴും കൊടുക്കും. അവിടെ 70 ബെഡുണ്ട്, ഇവിടെ ഒരു 40 പേർക്ക് അക്കോമഡേഷൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ മൊത്തം ഒരു 110 പേർക്ക് ഒരേ സമയത്ത് കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. ഞങ്ങളുടെ 2 സ്ഥാപനവും മെഡിക്കൽ കോളേജിന് വളരെ അടുത്താണ്. മെഡിക്കൽ കോളേജിൽ നിന്ന് പട്ടണത്തേക്ക് പോകുന്ന 1 കിലോമീറ്റർ മാത്രം ഉള്ള ഒരു റോഡാണ് ചാലക്കുടി റോഡ്. ആ ചാലക്കുടി റോഡിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്ത് CRRA 37 ഞങ്ങളുടെ സ്വന്തം കെട്ടിടം ഉള്ളത്. ട്രിവാൻഡ്രം ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ കെട്ടിടം എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജിൻ്റെ ഗേറ്റിന് നേരെ എതിരെയാണ് മെഡിക്കൽ കോളേജ് ബസ് സ്റ്റാൻഡ്. ആ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് ബാക്കിലാണ്. ബസ് സ്റ്റാൻഡിന് അകത്ത് കയറി പുറകിലോട്ട് ഇറങ്ങിയാൽ BSNL ഓഫീസിൻ്റെ എതിർവശത്ത് കാണുന്നതാണ് വിശ്രമ സങ്കേതം. എല്ലാവർക്കും ബൈസ്റ്റാൻഡർ സഹിതമാണ് ഞങ്ങളിവിടെ നിർത്തുന്നത്. അവർക്കും ഒക്കെ വിഷമം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവരുടെ മാനസിക വിഷമം കുറയ്ക്കാനുള്ള കൗൺസിലിംഗ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ മറ്റുള്ള റെക്രിയേഷണൽ ആക്ടിവിറ്റീസ് എന്ന് പറയാം, ഒരു ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറിയുടെ ആമുഖ്യത്തിൽ പലതരത്തിലുള്ള മീറ്റിങ്ങുകളും ഒക്കെ നടത്തി അതിലൊക്കെ ഇവരെ പങ്കെടുപ്പിച്ച് ഹോം എവേ ഫ്രം ഹോം എന്നവർക്ക് തോന്നത്തക്ക രീതിയിലാണ് ഞങ്ങളിവിടെ അവരെ താമസിപ്പിക്കുന്നത്. അത്ര ഇതിൻ്റെയൊക്കെ കൂടെ ധാരാളം സ്നേഹവും കമ്മിറ്റിയിൽ ഉള്ള ആൾക്കാരുടെ പകർന്നു നൽകിക്കൊണ്ടാണ് ഈ സ്ഥാപനം അവരെ സ്വന്തം മക്കളെ പോലെയാണ് നോക്കുന്നത്. ദേവകി വാര്യർ സ്മാരകത്തിലെ ജീവനക്കാരും ഒരു ശമ്പളത്തിന് വേണ്ടിയോ ആ ഒരു രീതിയിൽ ഇവിടെ നിൽക്കുന്നവരല്ല. അങ്ങേയറ്റത്തെ സേവന മനസ്ഥിതിയോടുകൂടിയാണ് അവരിവിടെ നിൽക്കുന്നതും ഇവിടെ വരുന്ന രോഗികളെ ശുശ്രൂഷിക്കുന്നതും. രോഗികളും ഇവിടുത്തെ ജീവനക്കാരും തമ്മിൽ വളരെ നല്ല പേഴ്സണലായിട്ടുള്ള ഒരു ബന്ധം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടും കൂടെയാണ് ഈ സ്ഥാപനം ഇത്രയും സ്മൂത്തായി ഇത്രയും നന്നായി നടന്നു പോകുന്നത്.